ചിന്തയ്ക്കായിട്ട് ഏവർക്കും പരിചയമുള്ള ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ഇത് ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു പക്ഷേ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. വചനം എന്തു പറയുന്നു? നാം ഇന്ന് എവിടെയായിരിക്കുന്നു? വചനത്തിൽ കൂടി നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാനുണ്ട്. അതെന്താണ്? ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് വചനത്തിന് മുൻപാകെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. അതിൻ്റെ 1-2 വേദഭാഗങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. 2-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇവിടെ മലയാളത്തിൽ സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ ബ്രദറൻകാരെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഓ ബ്രദർ എന്ന് വിളിക്കുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെന്താ വിചാരിക്കേണ്ടേ? ബ്രദറൻകാരെ തന്നെ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞാടിയിൽ ഈ കത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ, ഈ കത്തിന് മുൻപാകെ നമ്മളിരിക്കുമ്പോൾ എങ്ങനെ നമ്മളിതിനെ സംബോധന ചെയ്യണം? മഞ്ഞാടിയിലുള്ള ബ്രദറൻകാരെ, സഹോദരന്മാരെ എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ആരുടെ മനസ്സലിവ്? ദൈവത്തിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ചില വസ്തുതകൾ വലിയവനായിരിക്കുന്ന ദൈവം, പിതാവായിരിക്കുന്ന ദൈവം തൻ്റെ മക്കളെ അറിയിക്കുവാൻ വേണ്ടി പൗലോസിന് കൊടുക്കുന്ന ഒരു കത്താണ് ഈ കത്ത്. ഒന്നുകൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ട് മഞ്ഞാടി സഭയോട് പറയുവാൻ വേണ്ടി. മഞ്ഞാടിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കുമായിട്ട് വലിയവനായിരിക്കും ദൈവം, സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഈ ചെറിയ ഒരു സഭയിലുള്ള വിശ്വാസിനികളോട് ചില കാര്യങ്ങൾ പറയുവാൻ തക്കനുണ്ട്. അത് താൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചില വസ്തുതകളാണ്, അതെനിക്ക് പറയാതിരിക്കുവാൻ കഴിയയില്ല, അത് നിങ്ങളോട് പറയുവാൻ തക്കണം. പൗലോസേ, നീ കത്തെഴുതണം, കത്തെഴുതി മഞ്ഞാടി സഭയ്ക്ക് കൊടുക്കണം. എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കണം. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ വിവേകമുള്ളതായിരിക്കുന്ന, തിരിച്ചറിവുള്ളതായിരിക്കുന്ന, ആത്മീയമായിരിക്കുന്ന ഒരു ആരാധനയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഇത് ദൈവത്തിൽ നിന്നും എനിക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ കത്താണ്, എൻ്റെ സ്വന്തം ചിന്തയല്ല, എൻ്റെ അറിവിൽ നിന്നും ഉടലെടുത്തതായിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയല്ല. പിന്നെ നമ്മോട് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ പൗലോസിൻ്റെ ഉള്ളിൽ നിന്നും തൻ്റെ അറിവനുസരിച്ച് തൻ്റെ ബൈബിൾ പഠനത്തോടി തനിക്ക് ലഭിച്ചതായിരിക്കുന്ന ചില ആലോചനകൾ പറയുകയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. വലിയവനായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മോട് പറയാനൊക്കെയുണ്ട്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ഒരു ആരാധന കഴിക്കണം. അത് യാഗമായിട്ട് കഴിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വിവേകമുള്ളതായിരിക്കുന്ന, തിരിച്ചറിവുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ആത്മീയമായിരിക്കുന്ന ഒരു ആരാധന കഴിക്കണം. ഇത് ആരുടെ ആഗ്രഹമാണ്? നമ്മുടെ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നമ്മളൊരു ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ ഒരു ആത്മീയമായിരിക്കുന്ന ഒരു ആരാധന, അല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെതായിരിക്കുന്ന ആരാധന, അല്ലെങ്കിൽ വിവേകമുള്ളതായിരിക്കുന്ന ഒരു ആരാധന കഴിക്കുവാൻ തക്കോണം ദൈവം ഇവിടെ ആഗ്രഹിക്കുക. അതിനുശേഷം പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. എങ്ങനെയാണ് സംഭവിക്കുന്നത്? 3 യാഗങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലുണ്ട്. ഇസ്രായേൽ മക്കൾ യാഗം കഴിച്ചിരുന്നു. അതെന്തിനു വേണ്ടിയാണ് യാഗം കഴിച്ചുകൊണ്ടിരുന്നത്? നമുക്കറിയാം. ലേവ്യർക്കെഴുതിയ പുസ്തകം, ലേവ്യർ
22-ാം അധ്യായത്തിൽ 9-ാം വാക്യം. ആകയാൽ അവർ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കാൻ ചെയ്യാതിരിക്കാൻ അവ പ്രമാണിക്കും. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. മാത്രമല്ല അതിൻ്റെ 22-ന്റെ 20-ാം വാക്യത്തിൽ നാം കാണുന്നത് ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്, അതിനാൽ നിങ്ങൾക്ക് പ്രസാദം. അപ്പോൾ പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾ ആരാധന കഴിച്ചിരുന്നത് എന്തിനാണ്? പ്രസാദം ലഭിക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് എന്തിനാ? പ്രസാദം ലഭിക്കാൻ വേണ്ടിയാണോ? അല്ല. നമ്മൾ പ്രസാദം ലഭിക്കുവാൻ വേണ്ടി വന്നതല്ല. ഇവിടെ നമ്മൾ എന്തിനു വേണ്ടി വന്നതാ? നമ്മുടെ സ്തോത്രം ചെയ്യാനായിട്ട്, നന്ദി ചെയ്യുവാനായിട്ട് നമ്മൾ വന്നത്, ആരാധിപ്പാനായിട്ട് നമ്മൾ കടന്ന് വന്നിരിക്കുകയാണ്. അതൊരിക്കലും മറന്നു പോകരുത്. അത് പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾ ആരാധന കഴിച്ചിരുന്നു. ആ ആരാധന അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രസാദം ലഭിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ വേറൊരു യാഗം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു യാഗമുണ്ട്. ആ യാഗത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെപ്പറ്റി നാം പറയുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവായ യേശുക്രിസ്തു നടത്തിയതായിരിക്കുന്ന യാഗം പഴയ നിയമകാലത്ത് ഇസ്രായേൽ ഒരു ശരീരയാഗം നടന്നു. അത് എപ്രകാരമുള്ള ആയിരുന്നു? ഒരിക്കലായിട്ട് കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടും. ഒരു യാഗം നടന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ. പഴയ നിയമകാലത്ത് ഒരു യാഗം നടന്നു. എന്നാൽ ആ യാഗത്താൽ അവർക്ക് ദൈവപ്രസാദത്തിന് വേണ്ടി കഴിഞ്ഞു. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ എന്ത് ചെയ്തു? ശരീരത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒന്നും നമുക്കറിയാമല്ലോ, ചുടുക എല്ലാവരും ചെയ്തത്. യാഗം ചുടുമായിരുന്നോ? വേണമെങ്കിൽ പഴയ നിയമകാലത്ത് ആടുകളെ കൊണ്ടൊന്ന് ചൂടാൻ പറ്റത്തില്ലായിരുന്നോ? ഇല്ല. രക്തം ചിന്താതെ വിമോചനം ഇല്ല. അപ്പം രക്തം ചിന്താതെ വിമോചനം ഇല്ലാത്തതിനാൽ കൊന്നേ ഒക്കെയുള്ളൂ. അത് തന്നെയാണ് കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് ആ കർത്താവായ യേശുക്രിസ്തു കൊല്ലപ്പെടേണ്ടത് ആവശ്യമായിരുന്നു, രക്തം ധാരധാരായിട്ട് ഒഴുകേണ്ടത് ആവശ്യമായിരുന്നു. രക്തം ചിന്താതെ വിമോചനമില്ല. എന്നാൽ ആ ഒരു രക്തം ചിന്തിയത് എന്നത്തേക്കുമുള്ള ഒരു 9-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുമ്പോൾ 9-ന്റെ 22 എബ്രായർ 9-22 ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടും. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇത് ഏകയാഗമായിട്ട് ഒരിക്കലായിട്ട് കഴിച്ച യാഗം നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തിയതായിരിക്കുന്ന യാഗം. മൂന്നാമത്തെ യാഗമാണ് ഏത് യാഗം? നമ്മുടെ യാഗം. അതാണ് റോമർക്കെതിരെ നമുക്ക് തിരിച്ച് മടങ്ങി വരാം. റോമർക്കെതിരെ ലേഖനത്തിലേക്ക് നമുക്ക്, അതാണ് നമ്മുടെ ചിന്താ വിഷയമായിരിക്കുന്നത്. റോമർക്കെതിരെ ലേഖനം. ഒരു യാഗം നടന്നു, ഇസ്രായേൽ മക്കൾ യാഗം കഴിച്ചു. ആടുകളെയും മാടുകളെയും ഒക്കെ കൊണ്ടുവരുമായിരുന്നു. അതിനെ കൊന്ന് അതിൻ്റെ മേധസ്സെല്ലാം കളഞ്ഞ് അതിൻ്റെ നല്ലതായിട്ടുള്ള ഭാഗം മാത്രം എടുത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് യാഗമർപ്പിക്കുകയും ഇസ്രായേൽ മക്കളുടെ പാപത്തിന് അത് പരിഹാരമാകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ നിഴലായിരുന്ന ആ യാഗത്തിന് പകരം പൊരുളായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ യാഗത്താൽ സകല മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരിക്കൽ കൊല്ലപ്പെട്ടു. രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല എന്നുള്ള വലിയവനായിരിക്കും ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരണമായിട്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്നെ രക്തം ചൊരിയേണ്ടതായിട്ട് വന്നു. എന്നാൽ നമ്മുടെ യാഗം എന്തുവാ? ഇനി നമ്മൾ വായിച്ചതായിരിക്കുന്ന ഭാഗത്തേക്ക് വരാം. നമുക്കൊരു യാഗമുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. അപ്പോൾ നമ്മുടെ യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊന്നുള്ള യാഗമല്ല. നമ്മളിവിടെ വന്നിരിക്കുക എന്തിനു വന്നിരിക്കുക? നാം ഇന്ന് ദൈവത്തെ ആരാധിപ്പാനായിട്ട് വന്നു. അപ്പോൾ ദൈവത്തെ ആരാധിപ്പാനായിട്ട് വന്നിരിക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു എന്നുള്ള പൂർണ്ണ അറിവോടുകൂടി വേണം നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ജീവൻ, വിശുദ്ധി, ദൈവപ്രസാദം. പ്രിയരെ, ജീവൻ നമുക്ക് ലഭിച്ചോ? നമുക്ക് ജീവനുണ്ട്. എന്നാൽ യേശുവിൻ്റെ ജീവൻ എന്ന് നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞോ
ആ ദിനമാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ജീവൻ ലഭിച്ച ദിവസം. നമുക്ക് ജീവൻ ലഭിച്ചു, മാത്രമല്ല നമുക്ക് വിശുദ്ധിയെ തന്നു, അത് മാത്രമല്ല ദൈവപ്രസാദവും നമുക്ക് ലഭിച്ചു. ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കടന്നു വരാം. ജീവൻ, റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം അധ്യായം 4-ാം വാക്യം, 6:4. അവനോടുകൂടെ കുഴിക്കപ്പെട്ടോ കുഴിച്ചിടപ്പെട്ടോ ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചിരുന്നതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാകുന്നു. പ്രിയരെ, നാം ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഈ ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു സംഗതി, നമുക്ക് ഒരു ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തക്കോണം ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. എന്താണ് പറയുന്നത്? അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ ഒരു ജീവൻ നമുക്ക് തന്നിരിക്കുകയാണ്. ഒരു ജീവന്റെ പുതുക്കം നമുക്ക് തന്നിരിക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ നാം ഓർക്കണം, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് ഒരു ജീവൻ തന്നിട്ടുണ്ട്. ആ ജീവൻ എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ. ആ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ജീവന്റെ പുതുക്കത്തിൽ ഇന്ന് ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടന്നു വരാൻ സാധ്യമല്ലായിരുന്നു. പ്രിയരെ, നാം എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടി വന്നവരല്ല. ഇന്ന് സാധാരണ ജീവൻ ലഭിക്കാൻ വേണ്ടി, വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി, ദൈവപ്രസാദം ലഭിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ പോകാറുണ്ട്. ചെരുപ്പില്ലാതെ നടക്കുന്നവരുണ്ട്, തീർത്ഥയാത്ര ചെയ്യുന്നവരുണ്ട്, കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. എന്തിനു വേണ്ടിയാ? എങ്ങനെയെങ്കിലും എനിക്ക് ദൈവപ്രസാദം ലഭിക്കണം. കർത്താവേ, എനിക്ക് ദൈവപ്രസാദം ലഭിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം. കോടിക്കണക്കിന് രൂപ ഞാൻ ചിലവാക്കാൻ തയ്യാറാണ്. ഞാൻ മീശ പഠിക്കണമെങ്കിൽ മീശ പഠിച്ചേക്കാം. ഞാൻ വെള്ളവസ്ത്രം ധരിക്കണം, വെള്ളവസ്ത്രം ധരിച്ചേക്കാം. എനിക്ക് വേണം, നിനക്ക് എത്ര രൂപ വേണം ഞാൻ അത് തന്നേക്കാം. എന്തെല്ലാം വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് എന്ത് വേണം? ദൈവപ്രസാദം വേണം. പ്രിയരെ, അങ്ങനെയല്ല ദൈവപ്രസാദം ഇവിടെ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എൻ്റെ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ചു. അവൻ അടക്കപ്പെട്ടു ഉയർത്തതിലൂടെയാണ് ജീവന്റെ പുതുക്കം. ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക മാത്രമല്ല, ഇന്ന് ഈ പരിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് സഹായിച്ചു. അതെ, നമുക്ക് ജീവൻ തന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ട. നമ്മുടെ പഴയ അവസ്ഥ, നമുക്ക് ഈ യേശുവിന്റെ ജീവൻ നമ്മൾ കരസ്ഥമാക്കുന്നതിന് മുൻപ് ആരാണ് നമ്മുടെ മേൽ വാണുകൊണ്ടിരുന്നത്? പാപം മരണത്താൽ വാണു. നാം പാപികളായിരുന്നു, നമുക്ക് ഒരു ജീവനില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയയില്ലായിരുന്നു. എന്നാൽ പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ നമുക്ക് തന്നതായിരിക്കുന്ന നിത്യജീവൻ. വലിയവനായിരിക്കും ദൈവം. പ്രിയരെ, നമുക്ക് നിത്യജീവൻ തന്നതുകൊണ്ടാണ് നാം ഇന്ന് ആരാധിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടിയല്ല. ഒന്നും ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുകയില്ല. ഇപ്പോൾ എൻ്റെ കൊച്ചുമോൻ പറയാണ്, അപ്പച്ചാ എനിക്കൊരു ലഡു വാങ്ങിച്ചോട്ട് വരണമെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയായി. അത് ലഡു കൊടുത്തതിന് ശേഷം താങ്ക്സ് എന്ന് പറയുമ്പോൾ അത് സ്തോത്രമായി. സ്തോത്രവും പ്രാർത്ഥനയല്ല, വേറെയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന എന്താണ്? പാപം മരണത്താൽ വാണു. ആ ഒരു സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കൊരു നിത്യജീവൻ തന്നതായിരിക്കുന്ന ഒരു ദിവസം. ആ ദിവസമാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. എൻ്റെ നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ചതായിരിക്കുന്ന ആ സമയമാണ് നമുക്ക് നിത്യജീവൻ ലഭിച്ചത്. അതുകൊണ്ട് ആ നിത്യജീവൻ ലഭിച്ച നാം ഇന്ന് എന്ത് ചെയ്യണം? നാം ദൈവത്തെ ആരാധിക്കണം. രണ്ടാമത് നാം കാണുന്നത് എന്താണ്? നാം കാണുന്നത് റോമർക്കെഴുതിയ ലേഖനം, വീണ്ടും നമുക്ക് അവിടെ വരാം. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിങ്ങൾ അതിൻ്റെ 1-ാം അധ്യായം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. നമുക്കിന്ന് നാം വിശുദ്ധരാണോ? നമ്മൾ വിശുദ്ധരാണ്. എന്തുകൊണ്ട് വിശുദ്ധരാണ്?
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധനാണെങ്കിൽ നമ്മൾ വിശുദ്ധനാണ്. കാരണം വേര് വിശുദ്ധനാണെങ്കിൽ വേര് ആരെയാ കാണിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ. ആ വേരിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ നാം ആരാ? വിശുദ്ധരാ. കർത്താവായ യേശുക്രിസ്തു വിശുദ്ധനായിരിക്കുമ്പോൾ നാം വിശുദ്ധരാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് ദൈവം തന്നതായിരിക്കുന്ന നാം എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം? നാം എന്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ശരീരത്തെ യാഗമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം? അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും. നോക്കുക, അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ആര്? നാം ഓരോരുത്തരും ഈ ഇവിടെ ആരാധനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുന്ന നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധീകരിക്കപ്പെടേണ്ട കാരണം ആ വേരിൽ വളർന്നു വരുന്നതായിരിക്കുന്ന നാം ഓരോരുത്തരും ആരാണ്? വിശുദ്ധരാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നാം വിശുദ്ധരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം വിശുദ്ധരാണ്. വേറെ വിശുദ്ധമാണെങ്കിൽ കൊമ്പുകളത് തീർച്ചയായിട്ടും വിശുദ്ധിയുള്ളതാണ്. പിന്നെ അതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ വിശുദ്ധി പ്രാപിക്കുന്നത്? ഏകയാഗത്താൽ നാം ചിന്തിക്കുണ്ടായിരുന്നല്ലോ. ഒരു പ്രാവശ്യം കൂടെ ആ ഭാഗം എടുത്തേക്ക. ഹെബ്രായർക്കെതിരെ ലേഖനം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഏകയാഗത്താൽ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെട്ടത്? നമ്മുടെ ദൈവം വിശുദ്ധനായിരിക്കുന്നു. ആ ദൈവത്തിൽ നാം ആയിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? നമ്മെ വിശുദ്ധരാക്കുവാൻ വേണ്ടി ഏകയാഗം. വേറൊന്നും തന്നെ നമ്മെ വിശുദ്ധീകരിച്ചതല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നാം ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക, എന്നെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി, എന്നെ വിശുദ്ധനെന്ന പേരെനിക്ക് ലഭിക്കുവാൻ വേണ്ടി വലിയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗം. അതുമാത്രമല്ല, എഫെസ്യർക്ക് ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യം. അവൻ അവളെ വചനത്തോടുകൂടെ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു. നമ്മെ വെടിപ്പാക്കി കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ കണ്ട പ്രിയരെ, നമ്മെ ഓരോരുത്തരെയും വലിയവനായിരിക്കുന്ന കർത്താവ് സോപ്പിട്ട് കഴുകി. ആ സോപ്പ് എന്തായിരുന്നു? കാൽവരി ക്രൂശിലെ രക്തമായിരുന്നു. ഏകയാഗത്താൽ കാൽവരി ക്രൂശിൽ ഒഴുക്കിയതായിരിക്കുന്ന രക്തത്താൽ ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കറ, ചുളുക്കം എന്നുള്ളത് യാതൊരു പാപവും ഇല്ലാതെ വണ്ണം നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ദൈവത്തെ ആരാധിക്കണ്ടേ? ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. അതിനുശേഷം നാം കാണുന്നത് എന്താണ്? ദൈവത്തിന് പ്രസാദം. ഇതെങ്ങനെ ദൈവത്തിന് പ്രസാദം ലഭിക്കുന്നത്? എങ്ങനെ നമുക്ക് ദൈവപ്രസാദം ലഭിച്ചോ? നമുക്ക് അതോ ദൈവപ്രസാദം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല. ദൈവപ്രസാദം ലഭിക്കാൻ വേണ്ടി ആരും വന്നില്ല. ദൈവപ്രസാദം ഇവിടെ വന്ന് ലഭിക്കില്ല. ഇത് നമ്മൾ ദൈവപ്രസാദം ലഭിച്ചവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇതൊരു ചോദ്യമാണ്. എന്ത് ചോദ്യമാണ്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താ പ്രവർത്തിക്കേണ്ടത്? എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് ചോദിക്കുകയാണ് ശിഷ്യന്മാർ. അപ്പം അതിന് ഉത്തരം എന്താ പറഞ്ഞെന്നറിയോ? 29 വായിച്ചാട്ടെ. 29.
കർത്താവായ യേശുക്രിസ്തുവിൽ ഏത് മുഹൂർത്തത്തിൽ നാം വിശ്വസിച്ചുവോ, നമ്മുടെ രക്ഷകനായിട്ട് നാം അവനെ സ്വീകരിച്ചുവോ, ആ സമയത്ത് നാം എന്തായി തീർന്നിരിക്കുക? ദൈവപ്രസാദം ലഭിച്ചവരായി തീർന്നിരിക്കുക. ഇവിടെ എന്താ പറയുന്നത്? ഞങ്ങൾ എന്ത് ചെയ്യും? ശിഷ്യന്മാർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ദൈവപ്രസാദം ലഭിക്കണം. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്തോ കൊടുക്കണം? ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും കൊടുക്കണോ? എന്തെങ്കിലും ചെയ്യണോ? പറ, ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് ദൈവപ്രസാദം വേണം. അവൻ ഉത്തരമായിട്ട് പറഞ്ഞത്, യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവരിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക, ഇത് മാത്രം മതി. പ്രിയ, അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ മൂന്നും നമ്മുടെ ജീവിതത്തിലില്ലേ? ജീവനുണ്ടല്ലോ, വിശുദ്ധി ഉണ്ടല്ലോ, ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദവും ദൈവം നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന ആ ഒരു ബോധ്യത്തോടും അറിവോടും കൂടി നാം ഇവിടെ വന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? എങ്ങനെ? ഇതൊരു യാഗമല്ലേ? യാഗം എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യണ്ടേ? രക്തം വരത്തില്ലേ? പിന്നെ എങ്ങനെയാണ്? പഴയ നിയമകാലത്ത് ആടിനെയും മാടിനെയും കൊണ്ടുവന്ന് വെട്ടി രക്തം ഒഴുക്കി യാഗം അർപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു എല്ലാ മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രക്തം ഒഴുക്കി. നമ്മുടെ യാഗം എന്ത് യാഗം? നമ്മുടെ യാഗത്തിനൊരു വ്യവസ്ഥയുണ്ട്. നമ്മുടെ ശരീരത്തെ നമ്മൾ മരിപ്പിക്കണം. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ മരപ്പിച്ചേ മതിയാകുകയുള്ളൂ. അതാണ് അത്യാവശ്യമായിരിക്കുന്നത്. നാം ലോകത്തിൽ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കുക സാധ്യമല്ല പേര്. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസം കൂടാതെ, അതിൻ്റെ എടുക്കുന്നില്ല. എബ്രായർക്ക് ലേഖനം 11:6 വായിക്കുന്നുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടത്. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ വിശ്വാസം, അതുപോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും. ഈ മൂന്ന് വിഷയം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ആവശ്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം, ഈ ദൈവപ്രസാദം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു നമ്മൾ നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കയറി. ലൂക്കോസിൻ്റെ സുവിശേഷം 22:14. ലൂക്കോസിൻ്റെ സുവിശേഷം 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇത് ഏതുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് 21-22. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-22. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശു സ്നാനം ഏറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആര് പ്രസാദിച്ചിരിക്കുന്നു? ആ പ്രസാദം ആർക്ക് ലഭിച്ചുവോ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്താലാണ് നമുക്ക് ദൈവപ്രസാദം ലഭിച്ചിരിക്കുന്നത്. ആ ദൈവപ്രസാദം ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് തൻ്റെ പുത്രന്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അതെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ വിധത്തിലൊരു ദൈവപ്രസാദം ലഭിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ആ യാഗത്തിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ലോകത്തിന് അനുരൂപരാകാതെ നമ്മൾ ആരാധിക്കണം. ആരാധന ആവശ്യമാണ്. എന്തുകൊണ്ട് ആരാധനയ്ക്ക് ആവശ്യമാണ്? അതിൻ്റെ ഒരു പ്രാവശ്യം കൂടി റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്ക് എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട്, ജീവൻ തന്നിട്ടുണ്ട്, വിശുദ്ധി തന്നിട്ടുണ്ട്, ദൈവത്തിനുള്ള പ്രസാദം. ഈ 3 വിഷയങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇനിയും ലോകത്തിന് അനുരൂപരാകരുത്. ഇതാണ് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന ഒരു വസ്തുത. പ്രത്യേകിച്ച് യുവതി-യുവാക്കളായിരിക്കുന്നവർ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കും, പ്രിയ കുഞ്ഞുങ്ങൾ. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിലോ എറണാകുളത്തോ ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോയെന്നിരിക്കും, ജോലികളുടെ ബന്ധത്തിൽ പോയെന്നിരിക്കും.
ഒരു പക്ഷെങ്കിൽ അവിടെ ഏതെല്ലാം സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദവും തന്ന വലിയവനായിരിക്കുന്ന ദൈവത്തിന് അനിഷ്ടമായത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുവാൻ പാടില്ല. അതാണ് നമുക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ. ലോകത്തിന് അനുരൂപപ്പെടരുത്. ലോകത്തിന് നമ്മൾ ഒരിക്കലും അനുരൂപപ്പെടരുത്. ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയരെ? ലോകത്തിൻ്റെ പ്രഭു ആരാണ്? സാത്താനാണ്. അതുപോലെ രക്ഷിക്കപ്പെടാത്ത എല്ലാവരിലും ആരുണ്ട്? സാത്താനുണ്ട്. ലോകത്തിൻ്റെ പ്രഭു ഉണ്ട്. നാം സ്കൂളിൽ കോളേജിൽ നാം പോകുമ്പോൾ, പഠിക്കുമ്പോൾ, അല്ല നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, അല്ല നമ്മൾ ഏതെങ്കിലും ബിസിനസ്സുള്ള ബന്ധത്തിൽ നാം കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നാം മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിച്ചേ മതിയാകുകയുള്ളൂ. അവരോട് തിരിഞ്ഞേ പറ്റുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, രക്ഷിക്കപ്പെടാത്ത എല്ലാവരിലും ആരുണ്ട്? ആരുടെ ആധിപത്യമുണ്ട്? സാത്താൻ്റെ ആധിപത്യമുണ്ട്. അങ്ങനെയുള്ളവരോട് നാം ഒരിക്കലും മമത കാണിക്കരുത്. ദൈവം എന്തിനാണ് നമ്മെ വിവിധ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത്? എന്തിനാക്കിയിരിക്കുന്നത്? അവരെ പോലെ നമ്മളാകുക എന്നല്ല, നമ്മളെപ്പോലെ അവരാകുക എന്നുള്ള ദൈവ ഉദ്ദേശം. ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. നാം അവരെ പോലെ ആകരുത്. നാം ദൈവത്തിൻ്റെ പ്രസാദമുള്ളവരായിരിക്കാൻ, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം കഴിപ്പാൻ്റെ ഗുണം നാം ഈ ലോകത്തിന് അനുരൂപരായി നാം തീരുന്നത്. യുവതി യുവാക്കളോട് എനിക്ക് ഒരു ചെറിയ സന്ദേശം എനിക്കിവിടെ പറയുവാൻ തക്കണമുണ്ട്. നാം ഒരിക്കലും ലോകത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തോട് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസംഗിക്കുന്നതും പാട്ട് പാടുന്നതും മാത്രമല്ല. പ്രസംഗിക്കുവാൻ ആർക്ക് കഴിയും? പാട്ട് പാടാൻ ആർക്കും കഴിയും. എന്നാൽ ദൈവം നാം മഹിമപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നെ കാണും. മുടി മുതൽ കാൽപാദം വരെ കാണുന്ന ഒരു ജനമാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ കാണുന്നുണ്ട്, തലമുടി മുതൽ പാദം വരെയും. നമുക്കൊരു സാക്ഷ്യമായിരിക്കുന്ന ഒരു ജീവൻ നയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടേണ്ട രീതിയിലല്ലാതെ ഒരിക്കലും നമ്മൾ ഇടപെടുവാൻ പാടില്ല. അതുമാത്രമല്ല, അതുകൊണ്ട് നാം ദൈവനാമം മഹിമപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ നാം നോക്കിക്കാണണം, മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ പ്രിയരെ, എൻ്റെ കമ്പനിയിൽ എൻ്റെ ഓഫീസിലുള്ള ഒരാൾ പൂജാരിയായിരുന്നു. ഒരു പ്രാവശ്യം പൂജാരിക്ക് ഫോൺ വന്നു, എൻ്റെ മകളുടെ വിവാഹമാണ്, തീർച്ചയായിട്ടും വരണം, ആ പൂജ നടത്തണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ ജോലിയിലാണ്, എനിക്ക് പൂജയ്ക്ക് വരാൻ സാധ്യമല്ല. അതുമാത്രമല്ല, എനിക്കൊരു ഡ്രസ്സുണ്ട് പൂജയ്ക്ക്, ആ ഡ്രസ്സില്ലാതെ എനിക്ക് വരാനൊക്കത്തില്ല. ഈ ഫാനി ഷർട്ട് ഇട്ടുകൊണ്ട് എനിക്ക് പൂജ നടത്താനൊക്കത്തില്ല. എനിക്കൊരു ഡ്രസ്സുണ്ട്. ഇവരെ നോക്കുക, കല്ലും മണ്ണിനെ ആരാധിക്കുന്ന ഒരു വ്യക്തി പറയുന്ന സാക്ഷ്യമാണ്. താൻ എന്താണ് പറയുന്നതെന്നറിയാമോ? എനിക്കൊരു ഡ്രസ്സുണ്ട്. എന്തിൻ്റെ ഡ്രസ്സ്? പൂജ നടത്താൻ ആ ഡ്രസ്സില്ലെങ്കിൽ എനിക്ക് പൂജ നടത്താൻ പറ്റത്തില്ല. ഇതിന് ശേഷം അവിടെ പോയതിനു ശേഷം വളരെ ദൂരെയായിരുന്ന കല്യാണം. ഫോണിൽ മന്ത്രം ചൊല്ലിക്കൊടുക്കുമ്പോഴും താൻ ആ വസ്ത്രം ഉടുത്തുകൊണ്ടാണ് പൂജ നടത്തിയത്. ആ വസ്ത്രം ഊരി വെച്ച് വേണമെങ്കിൽ ഫാൻ ഷർട്ട് കൊണ്ട് എടുത്തുകൊണ്ട് വേണമെങ്കിൽ നടക്കാം. നമ്മൾ വിശ്വാസികളാണെങ്കിൽ എങ്ങനെ ആക്കിയോട്ടെ, ആര് ചോദിക്കാനാ? ഇവിടെ 10 15 സഭയുണ്ട്. എവിടെയെങ്കിലും ഒന്നിലോട്ടങ്ങ് ജമ്പ് ചെയ്ത് പോയാൽ പോരെ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അതല്ല പ്രിയരെ, നാം നമ്മുടെ ജീവിതത്തിൽ ലോകത്തോട് നാം അനുരൂപരാകുവാൻ നാം ഒരിക്കലും പാടില്ല. അത് വളരെ വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഉദാഹരണമായിട്ട് ഞാൻ വേർന്നുമ്പോൾ ഞാൻ അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു പോവുകയാണ്. മിലിറ്ററി ജോലി ചെയ്ത ആൾ, അല്ലെങ്കിൽ പോലീസിൽ ജോലി ചെയ്ത ആൾ അവിടെ നമ്മുടെ നാട്ടിൽ വരികയാണ്. ഒരു ബാർബർ ഷോയിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത്? എങ്ങനെ കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്? പറയുമോ ഇല്ലയോ? പറയുമോ? എന്താ പറയുന്നത് മോളെ? മിലിറ്ററി കട്ടെന്ന് പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലായി. ഇനി അവൻ റിട്ടയർഡ് ആയിട്ട് ആ മിലിറ്ററിയിലുള്ള ആളെ, പോലീസിലുള്ള ആളെ 10 വർഷം ഈ കേരളത്തിൽ താമസിച്ചതിന് ശേഷം ഒരു പക്ഷെങ്കിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ആ മുഖം നോക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ സാറ് മുമ്പ് മിലിറ്ററിയിലായിരുന്നു? ആണോ ഇല്ല പറയാതെ? മിലിറ്ററിയിലായിരുന്നു, അല്ല പോലീസിലായിരുന്നു. എന്താ കാര്യം? എന്തുവാ ഇത്? നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് ഇന്ന് പറയുവാൻ കഴിയുമോ? നാം ഇന്ന് ലോകത്തിൻ്റെ അനുരൂപരായിക്കൊണ്ട് പോയിരിക്കുകയല്ലേ? ചിന്തിച്ചു നോക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് എങ്ങനെ ജീവിക്കാമെന്നുള്ളതാണോ? ഒരു സർദാറിനെ നോക്ക, സർദാറിൻ്റെ കുഞ്ഞിനെ നോക്ക്.
അവർക്ക് മാറ്റമുണ്ടോ? നമുക്ക് എങ്ങനെയാകും? പ്രിയരെ, ലോകത്തിന് അനുരൂപരാകുവാൻ പാടില്ല. നമ്മളെ കൊണ്ട് മറ്റുള്ളവർ വലിയവനായിരിക്കുന്ന ദൈവത്തെ അറിയണം, കാണണം. അതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്, ആവശ്യമായിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കലും മറന്നു പോകരുത്. നാം എവിടെയായിരുന്നാലും, ഒരു പക്ഷേ നമ്മൾ കോളേജിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, ജോലിയുള്ള ബന്ധത്തിലായിരിക്കാം, നമ്മുടെ അനേക കൂട്ടുകാരുണ്ട്. അവരുടെ പറയുന്ന വാക്കുകളൊക്കെ വളരെ ഇമ്പമേറിയതാണ്. വലിയ ചക്കര വാക്കുകളൊക്കെ അവർ പറയും. എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ അപ്പനും അമ്മയും പഠിപ്പിച്ച പാഠശാലയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പാഠശാല. ഏറ്റവും വലിയ പാഠശാല ഏത് പാഠശാലയാണ്? നമ്മുടെ വീടാണ്. നമ്മുടെ അപ്പനും അമ്മയും പഠിപ്പിച്ചതായിരിക്കുന്ന ആ പാഠശാലയുണ്ടല്ലോ, മോനെ അത് ചെയ്യരുത്, മോളെ അവിടെ പോകരുതെന്ന് പറയുന്നതായിരിക്കുന്ന ആ വാക്കുകൾ, അതിന് വില കൊടുക്കണം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന 4-5 വർഷം കഴിയുമ്പോൾ അവർ ബലൂൺ സൂചി കുത്തുമ്പോൾ പോകുന്നതുപോലെ എന്ന് അങ്ങ് പോകും. അവരാരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. ഒടുവിൽ ആരുണ്ട് നിങ്ങളുടെ കൂടെ? പെറ്റതുള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കില്ല. അമ്മ മാത്രമേ നിങ്ങളോട് കൂടെ കാണുകയുള്ളൂ. കാരണമുണ്ട്, 9 മാസം വയറ്റിൽ വളർത്തിക്കൊണ്ട് അതിന് ശേഷം ഒരു പങ്കാളിയെ ലഭിക്കുന്നത് വരെ, ഇവന് പങ്കാളി ലഭിച്ചു കഴിഞ്ഞാലും പിന്നെ തലവേദനയുണ്ട്, പങ്കാളി ലഭിക്കുന്നത് വരെ കൈ പിടിച്ച് കാലും പിടിച്ച് നടത്തിക്കൊണ്ട് വരുന്ന ആ അമ്മയുണ്ടല്ലോ, ആ അപ്പനുണ്ടല്ലോ, അവരെ നിങ്ങൾ ഒരിക്കലും ചെറിയ ചെറിയ ചക്കര വാക്കുകൾ പറഞ്ഞുകൊണ്ട് വരുന്ന ചിലരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരിക്കലും ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത് പറയുവാൻ്റെ കൊണ്ട് ഇവിടെ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുവാൻ കാരണം, ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ എന്താണ്? നിനക്ക് ഞാൻ ജീവൻ തന്നിട്ടുണ്ട്, ഞാൻ നിനക്ക് വിശുദ്ധി തന്നിട്ടുണ്ട്, ഞാൻ നിനക്ക് ദൈവപ്രസാദം തന്നിട്ടുണ്ട്. ഈ മൂന്നും നടന്നിരിക്കുന്ന ഒരു യാഗത്താലാണ്. എൻ്റെ മകനെ ഞാൻ കൊടുത്തു കാൽവരി ക്രൂശിൽ, എൻ്റെ മകനെ ഞാൻ കൊടുത്ത് കാൽവരി ക്രൂശിൽ കൊടുത്തുകൊണ്ട് യാഗത്താൽ ഒരിക്കലായിട്ട് തണുന്നതായിരിക്കുന്ന ആ രക്തച്ചൊരിച്ചിലുണ്ടല്ലോ, ആ രക്തച്ചൊരിച്ചിൽ കരഞ്ഞുകൊണ്ട് ഞാൻ 2ാമത്തെ ഭാഗം പറയുകയാണ്. അതിൻ്റെ തന്നെ അർത്ഥം ദൈവത്തിൻ്റെ മനസ്സലിവ് എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെ പറയുകയാണ്. ദൈവത്തിൻ്റെ മനസ്സലിവ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിലിപ്പെന്നുള്ളത് മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സലിവ്. ദൈവം മനസ്സലിഞ്ഞു. ദൈവത്തിൻ്റെ കരുണീയ കാൽവരി ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, ഈ കാൽവരി ക്രൂശിലുള്ളതായിരിക്കുന്ന ആ സ്നേഹം കാണുമ്പോൾ നമുക്ക് എങ്ങനെ ചില 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 ഇതുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും. ഒരിക്കൽ ഇപ്രകാരം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു നാസ്തികനായിരിക്കുന്ന വ്യക്തി, സാറേ എൻ്റെ 2 കാലുമില്ല, ഞാൻ പോകേണ്ട പാത മുഴുവൻ ഈ കുപ്പിച്ചില്ലുകൾ നിറഞ്ഞ റോഡാണ്, എനിക്ക് ആ സഭയിൽ പോകണം, ഞാൻ ഈ കുപ്പിച്ചില്ലുകളുടെ മേളിൽ കൂടി ഞാൻ നടന്നു പോകും, ഈ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായിട്ടും എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ കാലില്ലാത്ത ഞാൻ എഴഞ്ഞ് ഞാൻ അസംബ്ലി ഹാളിൽ പോകും ദൈവത്തെ ആരാധിപ്പാനായിട്ട്. പ്രിയരെ, നാമോ ചില്ലറ കാര്യങ്ങൾ വരുമ്പോൾ നാം ലോകത്തിന് അനുരൂപരായി തീരുകയാണ്. എത്രയോ വിഷമം തെറിഞ്ഞ ഒരു സംഗതിയാണെന്ന് നാം ഓർക്കുക. ഒരു നമ്മുടെ ദാനിയേലിനെ യോസേഫിനെ നമുക്ക് എടുക്കാം. വലിയ പ്രതിസന്ധികൾ കടന്നുപോയി കണ്ടിട്ട് വന്നു. എന്നാൽ ദാനിയേൽ എന്താ പറഞ്ഞത്? ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ പറഞ്ഞ് ഞാൻ ജീവിക്കുകയില്ല. പ്രിയരെ, ഇതായിരിക്കണം കുഞ്ഞുങ്ങളെ, നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറയുവാൻ കൊണ്ടുള്ളത് അത് മാത്രമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പഠിപ്പിച്ചതായിരിക്കുന്ന പാഠ അതൊരിക്കലും മറന്നു പോകരുത്. അവരുടെ തലയെ താഴ്ത്തുവാൻ തക്കൊണ്ട് ഒരിക്കലും നമ്മൾ ഇടയാക്കരുത്. അതാണ് എനിക്ക് പറയുവാൻ തക്കൊണ്ടുള്ളത്. നമുക്കറിയാമോ, ഒരു മാതാവ്, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു മാതാവ് തൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ മോട്ടോർ സൈക്കിളിൽ പുറകിലിരിക്കുമ്പോൾ എന്താ പറയുന്നത്? അച്ഛാ പെതുക്കെ പോകണം. എന്തിനാ? എൻ്റെ വയറ്റൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞാണ് നിങ്ങൾ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് വേണ്ടി നിൻ്റെ അപ്പനും അമ്മയും എത്രമാത്രം പ്രയാസപ്പെട്ടു എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹമ്പടിക്കുമ്പോൾ ആ സമയത്ത് പറയും, അച്ഛാ ഒന്ന് പെതുക്കെ പോ, എൻ്റെ വയറ്റൊരു കുഞ്ഞുണ്ട്. അത്രമാത്രം കേറിയതായിരിക്കുന്ന ആ ഒരു മാതാപിതാക്കൾ, ആ ഒരു പങ്കാളി ലഭിക്കുന്നത് വരെയെങ്കിലും ഈ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച്, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കണം, മുൻപോട്ട് പോകണം. നിങ്ങൾ ഒരിക്കലും ലോകത്തിന്
അനുരൂപരാകരുത്, ലോകത്തിന് അനുരൂപരാകരുത്. അത് നമുക്കറിയാം. ഞാൻ എന്തിനാണ് ഈ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളവരാരും അങ്ങനെ ജീവിക്കുന്നുള്ളവരാണെന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഈ നിങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. എന്നാൽ ഒരു കാര്യം, ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ അതിനിപ്പുറത്തൊരു ബോർഡുണ്ട്. എന്തുവാ? സ്കൂൾ ഏരിയ ഇല്ലേ? ഒരു റെയിൽവേ പാളം ഉണ്ടെന്നുണ്ടെങ്കിൽ, റെയിൽവേ ക്രോസിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് എന്തോ കാണും? ഒരു ഫോട്ടോ കാണും. ഒരു കർവ് ഉണ്ടെങ്കിൽ, റോഡ് അങ്ങനെ കർവായിട്ടുള്ള റോഡാണെങ്കിൽ എന്ത് കാണും? കാണും. എന്തിനാ? അപകടം വരാതിരിക്കാൻ. നിങ്ങളാരും തെറ്റെന്നുള്ള രീതിയിലല്ല ഞാനീ പറയുന്നത്. ഇത് പലയിടങ്ങളിലും ഇത് കടന്നു പോകും. പലർക്കും ഈ വാർത്ത കേൾക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളാരും തെറ്റെന്നുള്ള രീതിയിലല്ല ഞാനീ പറയുന്നത്. എന്നാൽ അപകടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ലോകം അതിന് ഒരിക്കലും നമ്മെ ലോകത്തിന് അനുരൂപമാകാത്തതായിരിക്കുന്ന ഒരു വഴിയിൽ കൂടി പോകുവാൻ തക്കണം അനുവദിക്കാത്തതായിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നാം മറന്നു പോകരുത്, ഈ പാത നമുക്കെപ്പോഴും നല്ല പാതയാണെന്ന്. ദൈവത്തെ അനുസരിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന, എനിക്ക് വേണ്ടി എനിക്ക് വിശുദ്ധിയെ തന്ന, എനിക്ക് ദൈവപ്രസാദം തന്നതായിരിക്കുന്ന എൻ്റെ കർത്താവ് ഏകയാഗത്താൽ സകലവും എന്നേക്കുമായി ചെയ്തു തന്ന, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തതായിരിക്കുന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചില കൂട്ടുകാർ നിമിത്തം, ചില സ്ഥാനങ്ങൾ നിമിത്തം, ചില മാനങ്ങൾ നിമിത്തം ഒരിക്കലും നമ്മുടെ കർത്താവിനെ നാം മറന്നുപോകും. പ്രിയരെ, നാം ഇവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളോടുള്ളതല്ല, നാം വലിയവരോടുകൂടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ലോകത്തിന് അനുരൂപരായിട്ടാണോ ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങളെല്ലാവരും പറയില്ല, ഞങ്ങളെല്ലാവരും ലോകത്തിന് അനുരൂപരായിട്ടല്ല. ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് സമാപ്തി കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു പാസ്റ്റർ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് പുറകിലൊരു അമ്മച്ചി ഇരിപ്പുണ്ട്. ആ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ അമ്മച്ചി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാസ്റ്റർ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി സ്പിരിറ്റ് കൂടി, ആത്മാവ് കൂടി. അപ്പോൾ കാരണം ഒരു സഹോദരി, ഒരു അമ്മച്ചി എൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ട് കരയുകയാണല്ലോ, എന്നാൽ അല്പം കൂടെ പറഞ്ഞേക്കാം. അല്പം കൂടെ പറഞ്ഞതിന് ശേഷം, മെസ്സേജ് നിർത്തിയതിന് ശേഷം അമ്മച്ചിയുടെ അടുത്ത് പോയി ചോദിച്ചു, അമ്മച്ചി ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, മെസ്സേജ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചി? എന്തിനാ ഒത്തിരി കരഞ്ഞല്ലോ? പാസ്റ്ററുടെ ഈ താടിമീശ ഉണ്ടല്ലോ, ഈ താടിമീശ കണ്ടപ്പോൾ എനിക്കൊരു താടിമീശയുള്ള ഒരു ആടുണ്ടായിരുന്നു. ആട് ചത്തുപോയി. നോക്കുക, ആരാധനയ്ക്ക് വന്നിരിക്കുക, ദൈവത്തെ ആരാധിപ്പാനായിട്ട് വന്നിരിക്കുക. പാസ്റ്റർ വളരെ ഇതായിട്ട് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക. അമ്മച്ചി കരയുക. അമ്മച്ചിയുടെ ചിന്ത എവിടെ? ലോകത്തിന് അനുരൂപമാണോ ഇല്ലയോ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിന് അനുരൂപരാകാതെ നമുക്ക് ആരാധിപ്പാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും ഇവിടുത്തെ ബൾബ് പോകുമ്പോൾ നമ്മുടെ കിച്ചണിൽ പോകും. എടാ, ഹീറ്റർ ഓണാണോ അല്ലയോ? എന്ത് പറ്റി? എൻ്റെ മോൻ ഇന്ന് യാത്ര തിരിക്കേണ്ടതാണ്, അവിടെ തിരിച്ചോ, വാഹനം ലഭിച്ചോ? ഈ പല ചിന്തകൾ നമ്മെ ഭരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ആരാധനയ്ക്ക് എന്താ പേര് പറയേണ്ടത്? ലോകത്തിന് അനുരൂപമായി. ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ആരാധന ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശരീരത്തെ യാഗമായി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ചിന്തകളെയും, എല്ലാ ജഡീകമായിരിക്കുന്ന രീതികളെയും, എല്ലാവിധമായിരിക്കുന്ന കൺമോഹത്തെയും, എല്ലാ ചാൽച്ചലനത്തെയും നാം എന്ത് ചെയ്യണം? മരിപ്പിക്കണം. അതാണ് ആവശ്യമായിരിക്കുന്നത്. ഒരിക്കൽ ഒരു മോന് അമ്മയ്ക്കൊരു ടെലഗ്രാം അടിച്ചു. പണ്ടത്തെ കാര്യമാണ്. ടെലഗ്രാം അടിച്ചു. അമ്മയുടെ മോന്, ആ മോനെന്ന് എഴുതിയിരിക്കുന്ന മരിച്ചുപോയി. അമ്മയുടെ മോൻ മരിച്ചുപോയി. വേറെ ആരാ എഴുതിയിരിക്കുക ടെലഗ്രാം അടിച്ചിരിക്കുന്നത്? അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയപ്പോൾ, എൻ്റെ മോൻ മരിച്ചോ? അയ്യോ, എൻ്റെ മോൻ മരിച്ചുപോയി. ഉടനെ അവിടുന്ന് ടാക്സി എടുത്തു, വീട്ടിൽ വന്നു. മോൻ്റെ അവിടേക്ക്, മോൻ ഗേറ്റ് അവിടെ നിൽപ്പുണ്ട്. അരേ, നീ എന്താ ഇങ്ങനെ ടെലഗ്രാം എനിക്ക് അടിച്ചത്? ആ പാടെ കഷ്ടപ്പെട്ട പോലെ, ഇത്രയും കഷ്ടപ്പെട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? അവൻ്റെ മേൽ ചാടിക്കയറി. അമ്മയുടെ മോൻ മരിച്ചു. മരിച്ച മോനെ കാണണോ? ഒരു പെട്ടിക്കകത്ത് കുറേ സിഗരറ്റും കുറേ കുപ്പി ബോട്ടിലും എല്ലാം കിടപ്പുണ്ട്. അമ്മയുടെ മോൻ മരിച്ചു. ആ മരിച്ച മോൻ ഇതാ കിടക്കുന്നത്. ഇതിപ്പോൾ ഈ മോനല്ലാതെ, അമ്മയുടെ ആ മോനല്ല ഇത്. അമ്മയുടെ മോൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ ഒരു മരണം ഉണ്ടാകാത്തിടത്തോളം കാലം ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ കഴിയുകയില്ല. നമുക്ക് ജീവൻ തന്നിട്ടുണ്ട്, നമുക്ക് വിശുദ്ധിയെ തന്നിട്ടുണ്ട്, നമ്മുടെ മേൽ ദൈവപ്രസാദം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ
ആ വലിയവനായിരിക്കും ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമുക്ക് ലോകത്തിന് അനുരൂപരായി നാം ദൈവത്തെ ആരാധിപ്പാൻ കൊള്ളും സാധ്യമല്ല പ്രിയരെ. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മുടെ ആരാധന എപ്രകാരമാണ്, നാം ലോകത്തിന് അനുരൂപരായി നാം ആണോ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കാം. നാം ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണോ? ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പാട്ട് പാടി പറയും. ഇപ്പോൾ എങ്ങനെയാണ് പാടുന്നേ? ലോകമല്ലാതെ എനിക്കൊന്നും വേണ്ട എന്ന് പാടുന്നതായിരിക്കുന്ന ഒരു കാലയളവിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇത് വാസ്തവമല്ലേ പ്രിയരെ? ഇത് വാസ്തവം തന്നെയാണ്. നമുക്കൊന്ന് ഉണരാം, നമുക്ക് വിശുദ്ധിയെ ഗ്രഹിക്കാം, നമുക്ക് നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് ദൈവപ്രസാദം പ്രാപിച്ചുകൊണ്ട് വാസ്തവത്തിൽ ദൈവാരാധന എപ്രകാരമാണോ ആ രീതിയിൽ ദൈവത്തെ ആരാധിപ്പാൻ കൊള്ളണം. നമ്മുടെ ശരീരത്തെ മരിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു യാഗമായി സമർപ്പിക്കാം. മൃഗങ്ങളെ യാഗം കഴിക്കുമ്പോൾ അത് മുറിച്ചിടുമായിരുന്നു. എന്നാൽ നമ്മളെ മുറിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തെ മരിപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. നല്ലൊരു ആരാധന നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദിവസങ്ങളിൽ നടത്തട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരു വാക്ക് ദിവസം പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഇന്നും അടിയങ്ങൾക്ക് ആരാധിക്കാൻ കൃപ എന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവ് ആഗ്രഹിക്കുന്ന ആരാധന പൂർണ്ണമായും